അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിനി സമോസാസ്. മിനി സമോസാസ് നമ്മളുടെ സാധാരണ സമോസയിൽ നിന്ന് അല്പം ചെറിയ സമോസാസ്. അപ്പോൾ ഫില്ലിംഗ് എല്ലാം സെയിം തന്നെയായിരിക്കും. സമോസാസ് നോർത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സ്നാക്കാണ്. ഇന്ത്യയിലെന്നല്ല ഇൻ്റർനാഷണലിയും എവിടെ പോയാലും എവിടെയും ഫോറിനേഴ്സ് പോലും കഴിക്കുന്ന ഒരു സ്നാക്കാണ് ഇപ്പോൾ സമോസ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റായ അടിപൊളി ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ടീ ടൈം സ്നാക്ക് സമോസ, ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൈദ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഫുൾ എടുത്തില്ലായിരുന്നു, അത് അല്പം കൂടെ ഇട്ട്. ഒരു 1 കപ്പ് മൈദ. ഒരുപാട് ഉണ്ടാക്കുന്നില്ല സമോസ ഷീറ്റ്സ്, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 1 കപ്പ് മൈദയിൽ ഒരു നുള്ള് നമ്മളുടെ അജ്വൈൻ, നമ്മൾ ഈ പൊറോട്ടയിലൊക്കെ ഇടുന്ന അജ്വൈൻ ഇല്ലേ, അത് കയ്യിൽ വെച്ച് തിരുമിയിട്ടൊന്നിട്ട് കൊടുക്കുക. അജ്വൈൻ ഒന്ന് മിക്സ് ചെയ്യുക. അജ്വൈനൊക്കെ വാങ്ങാൻ കിട്ടും, പൊറോട്ടയിലൊക്കെ ഇടുന്ന നമ്മളുടെ ജീരകത്തിൻ്റെ കൂട്ടിരിക്കുന്ന ഒരെണ്ണം. ഒരല്പം ഉപ്പ് സമോസ ഷീറ്റിൽ ഉപ്പ് കൂടിപ്പോകരുത്. ഉപ്പ് അല്പം കുറഞ്ഞ് നിൽക്കണം, മുന്നിട്ട് നിൽക്കരുത്. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെ 3 ടേബിൾ സ്പൂൺ എണ്ണ. ചെയ്യേണ്ടത് നമ്മൾ കൈയും കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അതായത് ഇതിൽ കംപ്ലീറ്റ് ഒന്ന് കൈയും കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ. അപ്പോൾ മൈദയിൽ എണ്ണ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു. അത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇത് ഷേപ്പ് ചെയ്ത് നോക്കുക. ഹോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് പിന്നെ പൊടിച്ചിടാൻ കഴിയണം. കുഴച്ചെടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എത്ര കപ്പ് വെള്ളം ആവുന്നു എന്ന് പിന്നീട് പറയാം. ഓരോ സ്പൂൺ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴയ്ക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്. നല്ല ടൈറ്റായിട്ട് വേണം സമോസയുടെ ഡോ കുഴച്ചെടുക്കാനായി. ഓരോ സ്പൂൺ വെള്ളം വേണം അതുകൊണ്ട് ഒഴിച്ച് കൊടുത്ത് കുഴയ്ക്കാനും. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഗ്രാജ്വലി വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. കയ്യിൽ ഒരല്പം വെള്ളം ഒന്ന് നനച്ചിട്ട് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ടൈറ്റിൽ കറക്കി കുഴച്ചെടുക്കുക. ഓയിൽ അല്പം ഒന്ന് തൂത്തിട്ട് ഉണങ്ങാതിരിക്കാം. ജസ്റ്റ് ലിറ്റിൽ ബിറ്റ്. ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ സമോസയുടെ സ്റ്റഫിങ് റെഡിയാക്കി വെക്കണം. അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഫില്ലിങ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങ് കംപ്ലീറ്റ് മാഷ് ചെയ്യേണ്ട, കുറച്ച് പീസസ് ആയിട്ട് കിടന്നോട്ടെ. നമുക്കിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ബാക്കി മാഷ് ചെയ്യാം. ഇത് കുറച്ച് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ ഇതിനധികം വേവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ഫ്രഷ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു കഷ്ണം ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് മസാലയിൽ വേണ്ടത്, മസാല ഒന്നിച്ചൊരു പ്ലേറ്റിലോട്ടങ്ങ് എടുത്തു. 1/2 ടീസ്പൂൺ നമ്മളുടെ ജീരകം വറുത്ത് പൊടിച്ചത്, റോസ്റ്റ് ചെയ്ത ജീരകം, നമ്മളുടെ നല്ല ജീരകമില്ലേ കറിക്കിടുന്നത്, ആ ജീരകം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ, 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, ടീസ്പൂൺ ആണ് എല്ലാം കേട്ടോ. 1 ടീസ്പൂൺ നമ്മളുടെ കസൂരി മേത്തി ഇടുന്നത് ഓപ്ഷണലാണ്. ചില ഹൽവായിയൊക്കെ കസൂരി മേത്തി ഇട്ട് അതിന് സ്പെഷ്യൽ ഒരു ടേസ്റ്റും സ്മെല്ലും കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ്. ഈ മസാല ഒന്നിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാവും, പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ പാനോ ചീനിച്ചട്ടി എന്ത് വേണേലും യൂസ് ചെയ്യാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കിടക്കുകയാണ്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഇതങ്ങ് കരിഞ്ഞു പോകരുത്. ഇതിലോട്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം. ഇത് ഒരുപാട് ഡ്രൈ ആയോ ഒത്തിരി ഫ്രൈ ആയോ ബ്രൗൺ ആയോ ഒന്നും പോകരുത്. ഫ്ലെയിം കുറച്ച് വെക്കുക. ഇതിലോട്ട് നമ്മളുടെ ഈ ഫ്രോസൺ മട്ടർ അതങ്ങ് ഇട്ട് കൊടുക്കുക. മട്ടർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്യുക. ഇതിന് ഒരുപാട് വേവില്ല. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം അങ്ങ് ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഉപ്പ് സ്പെഷ്യലി ഇപ്പോൾ ആഡ് ചെയ്യേണ്ട. പൊട്ടറ്റോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ടേസ്റ്റ് നോക്കിയിട്ട്. ഇത് വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 1 മിനിറ്റ് മസാല ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്യുക. ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. ഞാൻ കശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്തത്, അതാണൊരു കളർ കേട്ടോ. ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുത്താൽ മതി. ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഒന്ന് കടിക്കുന്നുണ്ടെങ്കിൽ സമോസയിൽ കുഴപ്പമില്ല, അതൊരു ടേസ്റ്റ് ആയിരിക്കും. അതോട്ട് ഈ മല്ലിയില അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ. ഓക്കെ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി മസാലയിൽ ആഡ് ചെയ്യാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫില്ലിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡോ ഇവിടെ നല്ലതുപോലെ കുഴഞ്ഞിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ടൈറ്റുമാണ്, ഒത്തിരി സോഫ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇത് കയ്യിലെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കുക. നല്ല ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഹാഫ് ആക്കുക. ഇനി അഗൈൻ ഒന്ന് ഗോളാക്കുക, ഒരു റൗണ്ടിലാക്കിയെടുക്കുക. അഗൈൻ ഇത് ഹാഫ് ആക്കുക. ചെറിയ സമോസയാണ് ഉണ്ടാക്കുന്നത്. എഗെയിൻ ഞാനിത് ഹാഫ് ആക്കി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് ഹാഫ് ആക്കി നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ അതൊന്ന് അടച്ച് വെക്കണം, ഓരോന്നെടുത്തിട്ട് ഉണങ്ങിപ്പോകരുത്. കയ്യിൽ ഇതിലൊരല്പം എണ്ണ ഒന്ന് തൂത്തിട്ട് നമ്മുടെ കിച്ചൺ ടോപ്പ് നല്ല ക്ലീൻ ആയിരിക്കണം, അതിലോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ഈ ബേലൻ കൊണ്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരേ ഷേപ്പിൽ പരത്തുക. കട്ടി കൂടിയോ കുറഞ്ഞോ പോകരുത്, ഒരുപാട് കട്ടി കുറഞ്ഞും പോകരുത്, ഒരുപാട് കട്ടി കൂടിയും പോകരുത്. ഒരേ ഷേപ്പിൽ പരത്തിയെടുക്കും. ഒത്തിരി കട്ടി കുറവല്ല കേട്ടോ, ഈ ഒരു തിക്നെസ് ഉണ്ട്, ഒത്തിരി കട്ടി കുറവല്ല. അപ്പോൾ ഇനി നമ്മൾ ഇതേ കട്ട് ചെയ്യുക, ഹാഫ്. കട്ട് ചെയ്ത ഭാഗത്ത് അവിടെ വെച്ച് വേണം മടക്കാൻ, ഇങ്ങനെ ലൈക്ക് ദിസ്. അപ്പോൾ അവിടെ ഒരല്പം വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് പിടിച്ച് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊരു കോൺ പോലെ ആകും, ലൈക്ക് ദിസ്. വലിക്കരുത് ആ സൈഡ്. കണ്ട, ഒരല്പം ഫില്ലിങ് ഇതിലോട്ട് നിറയ്ക്കുക. ഒത്തിരി ഫില്ലിങ് ആവരുത്, നമുക്കന്നേരം മടക്കാൻ സ്ഥലം കിട്ടൂല. ഒരല്പം വെള്ളം ഇതിലേ ഒന്ന് ഒട്ടിക്കുക. ഒരുപാട് വെള്ളം ആവരുത്, അല്പം വെള്ളം ഒട്ടിക്കുക. ഇവിടെ ഈ സൈഡ് നമുക്ക് വേണമെങ്കിൽ ഒരു ഞുറിവെടുക്കുകയോ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് ഒട്ടിക്കുകയോ ചെയ്യാം. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒട്ടിക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ ചേർത്തില്ലയോ, ആ ചേർത്ത സൈഡിലല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർക്കാൻ. നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ചിലർ തിരിച്ചു മടക്കാറുണ്ട്. നമ്മളുടെ കുഞ്ഞൻ സമോസ റെഡി. ഇതേ കൊച്ചു സമോസ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഫില്ല് ചെയ്യാൻ പറ്റില്ല. കണ്ട, നമ്മളുടെ കുഞ്ഞ് സമോസ, അടിപൊളി സമോസ ഉണ്ട്. ഈ സമോസ നമുക്ക് നോൺ വെജ് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഒരു അല്പം വെള്ളം തൂത്ത് കൊടുക്കുക. ഇതിനെ ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഒന്ന് ഒട്ടിക്കുക, അമർത്തി കൊടുക്കുക. ഇവിടെ എല്ലാം നല്ലപോലെ പ്രസ് ചെയ്ത് ഇതിലോട്ട് അല്പം ഫില്ല് ചെയ്യുക. ആ ഫില്ലിങ് ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കുക. ഈ സൈഡിലോട്ട് ഒരല്പം വെള്ളം ചെറുതായിട്ട് തൂത്ത് കൊടുക്കുക.
ഒരുപാട് ഫില്ലിങ് ചെയ്യരുത്, അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ സൈഡിൽ നിന്ന് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുക വലിച്ച്, ഈ സൈഡിലോട്ട് ഒട്ടിക്കണം, ഈ സൈഡിലോട്ട് കൊണ്ടുവരിക, ഇവിടെ ഇതെല്ലാം ഒന്ന് ചേർക്കുക. നമുക്ക് ഇത് ഇവിടോട്ടൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരൽപ്പം വളച്ചു കൊടുക്കണം. ആ വളച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ഒട്ടിച്ചത് അത് പൊട്ടാതിരിക്കാൻ വേണ്ടി, ആ സമോസയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മളുടെ കുഞ്ഞൻ സമോസ ആയില്ലേ സമോസ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളുടെ സമോസകളെ കംപ്ലീറ്റ്ലി ഞാനിവിടെ ഇത് ചെയ്തെടുത്തു, മടക്കിയെടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഈ സമോസയൊന്ന് മടക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അത് ഒന്ന് റെഡിയാക്കി ഫ്രൈ ആക്കാൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഇങ്ങനെ തുറന്ന് വെക്കാം. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ വെള്ളമൊക്കെ തൊട്ടില്ലേ, അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് ഇതൊന്ന് ഉറച്ച് കിട്ടും, ലൂസ് ആവാതെ ഒന്ന് ഉറച്ച് കിട്ടും. ഒരൽപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ എണ്ണ ഫ്രൈ ചെയ്യാനായിട്ട് ചൂടായി. ഇത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട് നമ്മളിനി ഫ്രൈ ചെയ്യുമ്പോൾ. ഒന്ന്, നമ്മൾ സമോസ ഇടുന്ന സമയത്ത് ആദ്യം ഇത് മീഡിയം ഹീറ്റിലായിരിക്കണം ഓയിൽ, ഹൈ ഹീറ്റിലായിരിക്കരുത്. സമോസ ഇട്ട് കഴിയുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണേൽ ഇത് ഫ്രൈ ചെയ്യാൻ. നല്ല ഒരു ക്രിസ്പിയായി വരുന്ന സമയത്ത് എഗെയിൻ ഫ്ലെയിം ഹൈ ആക്കണം. ഹൈ ആക്കിയിട്ടാണ് അതൊന്ന് ബ്രൗൺ ആക്കി എടുക്കുന്നത്, ലൈറ്റ് ബ്രൗൺ. അപ്പോൾ ആ പുറത്തെ ആ വശം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. എന്നിട്ട് നല്ല ഒരു ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് നിന്നിട്ട് കോരിയെടുക്കുക. എഗെയിൻ ഫ്ലെയിം കുറയ്ക്കുക, മീഡിയം ഫ്ലെയിമിൽ എത്തുമ്പോൾ വേണം അടുത്ത ബാച്ച് ഇടാൻ. ഓക്കെ, അപ്പോൾ ഇത് ഒരു മീഡിയം ഹീറ്റിലായി ഈ സമോസ പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ഒരുപാട് അങ്ങ് ഇതാകരുത് കേട്ടോ. കൈ സൂക്ഷിച്ചിടുക, പൊട്ടിപ്പോകരുത്. ഒത്തിരി അങ്ങ് ഇടുന്നില്ല ഞാൻ, നമുക്കത് വേകാനുള്ള ഒരു സ്ഥലം വേണമല്ലോ. അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് വേണം ഇതൊന്ന് വെന്ത് വരാൻ. ഉടനെ ഇത് തിരിച്ചിടേണ്ട, അനക്കണ്ട. ഓക്കെ, ഇത് ഒന്ന് ഇനിയിപ്പം പതുക്കെ ഒന്ന് അനക്കി കൊടുക്കാം. ഇത് പൊട്ടാതെ നോക്കണം. ഇത് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ. ഇത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു. ഇതിപ്പം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇത് ശരിക്കും വെന്തിട്ടുണ്ട്, ക്രിസ്പിയായി. ഞാൻ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിം ആക്കാൻ പോവാം. ഹൈ ഫ്ലെയിമിലാക്കണം നമ്മൾ എടുക്കുന്നതിന് മുന്നേ, ജസ്റ്റ് ഒരു 1 മിനിറ്റ് മുന്നേ. ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് നല്ല ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ മാത്രമേ ഇനി എടുക്കാവൂ. ഒരുവിധം നല്ല ബ്രൗൺ, കരിക്കുകയല്ല, നല്ല ബ്രൗൺ. അത് നമ്മൾ ഈ കോരുന്നതിന് മുന്നേ ഹൈ ഫ്ലെയിമിലാക്കുന്നത് ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പ്രൊസീജിയർ ഒരു കാര്യം ഓർത്താൽ മതി. നമ്മൾ ഇടുന്ന സമയത്ത് മീഡിയം ഹീറ്റിലായിരിക്കണം ഓയിൽ. സമോസ ഇട്ട് കഴിയുമ്പം ലോ ഹീറ്റിലാക്കുക. ആ ലോ ഹീറ്റിൽ കിടന്ന് വേണം ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മളിത് കോരുന്ന സമയത്ത് നല്ലപോലെ ക്രിസ്പി ആയി എന്ന് കണ്ടു കഴിയുമ്പോൾ കോരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. നമ്മളുടെ സമോസ ഇവിടെ നല്ല ബ്രൗൺ കളറായി, നല്ല ക്രിസ്പിയായി. ലുക്ക് അറ്റ് ദിസ്. വാവ്. ഞാൻ ഫ്ലെയിം ഹൈ ആയിരുന്നു, ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ലോ ആക്കി. കണ്ട, ഇതായിരിക്കണം സൗണ്ട്. ഭയങ്കര ചൂടാണ്. ഉണ്ടാ, ഈ കളറും ഇതുമായിരിക്കണം സൗണ്ട്. അപ്പം നമ്മളുടെ അടിപൊളി സമോസ, ലുക്ക് അറ്റ് ദിസ്. നമ്മളുടെ സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി സമോസ കൂടി ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് സമോസ കൂടി ആയിട്ടുണ്ട്. ഈ കോരുവാണ് റെഡി. വാ, അല്പം വലുതായിട്ടുണ്ടാക്കാം. സെയിം പാറ്റേണിൽ തന്നെ സെയിം അത് ഫോളോ ചെയ്താൽ മതി. ഷീറ്റ് കുറച്ച് വലുതാക്കിയാൽ കുറച്ചേറെ ഫില്ലിങ് ചെയ്യാൻ പറ്റും. അടിപൊളി സമോസ. ഇതിൻ്റെ ക്രിസ്പിനെസ്, ഈ സൗണ്ട് വരണം. അപ്പം നല്ല അടിപൊളി സമോസ ഉണ്ട്. അത് ഒരെണ്ണം പോലും ഓപ്പൺ ആയിട്ടില്ല. അതാണ് ഇതിൻ്റെ ട്രിക്ക്. നമ്മൾ ഈ ഫോൾഡ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകരുത്. വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കുക. എൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഹേ ഫ്രണ്ട്സ്, hope everyone likes today's very tasty, delicious
റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മിനി സമോസ വിത്ത് ടമറിൻ ചട്നി. നമ്മളുടെ ശർക്കരയും പുളിയും കൊണ്ടുള്ള ചട്നിയാണ്, കട്ടി മീട്ടി ചട്നിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കട്ടി മീട്ടി ചട്നി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കുക. വളരെ ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ അടിപൊളി സമോസ. ഇതേ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ട, ഇങ്ങനെ ക്രിസ്പി ആയിരിക്കണം. ആൻഡ് ഇറ്റ്സ് സോ യം. Eat healthy, stay healthy.